നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച വ്യാപകമായ ചർച്ചകളാണ് നടക്കുന്നത്. സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നവരുണ്ട്. അതേപോലെ നിയമനിർമ്മാണമാണ് നടത്തേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. സുപ്രീം കോടതി വിധിക്കെതിരായി സംസ്ഥാന ഗവർണർ പോലും പരസ്യമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ബൈജു സ്വാമി എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഗവർണർമാർ ബില്ലിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു. സ്വാഗതാർഹം, സന്തോഷം. കോടിയലക്ഷ്യമായി കണ്ടുകൊണ്ട് കേസെടുക്കരുത്, ശിക്ഷിക്കരുത്. ജസ്റ്റിസ് കർണനെ പോലും ജയിലിലടച്ചത് ഓർത്തു പറയുകയാണ്. പറഞ്ഞ കോടതികളിൽ കുടുങ്ങിക്കിടക്കുന്ന കേസുകളും ഒരു സമയപരിധി നിശ്ചയിച്ച് വിധി പറയാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. ജുഡീഷ്യൽ റിഫോംസിന് വേണ്ടി നിയമിച്ച ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഭീഷ്മാചാര്യനായ ജസ്റ്റിസ് വെങ്കടജല്ലയ്യ 2002 പറഞ്ഞത് വിവിധ കോടതികളിലായി 8 കോടി കേസുകൾ പെൻഡിംഗ് ആണെന്നാണ്. സുപ്രീം കോടതിയിലേക്ക് പോയ ഒരു മലയാളി ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്നതുവരെ വിരലിലെണ്ണാവുന്ന കേസുകളിൽ നിന്നാണ് വിധി പറഞ്ഞതും കേസുകൾ നീട്ടിവെക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ആളുമായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേറൊരാളുടെ അഴിമതിയെ സംബന്ധിച്ച വാർത്തകൾ അങ്ങാടിപ്പാട്ടാണ്. കേരളത്തിൽ 1996 നടന്ന ഒരു വൻ കൊള്ള സംബന്ധിച്ച് ഒരു ഹർജി തന്നെ ഏതാണ്ട് 15 കൊല്ലമായി മാറ്റിവെച്ച് പോകുന്നത് കണ്ടാൽ ഇനിയും 25 കൊല്ലമെങ്കിലും എടുക്കും കൊള്ള നടത്തിവരെ പിടിക്കാൻ എന്നുറപ്പാണ്. ആ കാലത്ത് കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നവരുടെ മക്കൾ ഇപ്പോൾ IPL കളിക്കുന്നു. അതുകൊണ്ട് കേസുകളിലെ പെൻഡൻസി ഒഴിവാക്കി വാദി മയ്യത്താകുന്നതിന് മുമ്പ് തീർപ്പാക്കാനുള്ള ഒരു കരുണ കോടതികൾ കൂടി കാണിച്ചാൽ അടിയൻ ധന്യനായി. ഉപദേശം അല്ലെങ്കിൽ ഇങ്ങനെ വിധിക്കുമ്പോൾ ബൈബിൾ വാക്യം ഓർമ്മിപ്പിക്കട്ടെ. മത്തായി സുവിശേഷം അധ്യായം 7 വാക്യം: For with what judgment you pronounce, you will be judged, and with the same measure you use, it will be measured to you.